ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. സുന്ദരിക്കുട്ടി അണിഞ്ഞൊരുങ്ങിക്ക. സുന്ദരിക്കുട്ടിക്ക് മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ? എന്താ നിനക്ക് മാത്രം മേക്കപ്പ് ചെയ്താൽ മതിയോ? എൻ്റെ അമ്മ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. ആ അതൊക്കെ എനിക്കറിയാം. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്നെ കുറച്ചു നേരം കാണാണ്ടായപ്പോഴേക്കും വിഷമായ. അയ്യോ അതല്ല, നിന്നെ കാണാണ്ടായപ്പോ എനിക്ക് സമാധാനായി. ഓ ഞാനേ നമ്മുടെ വടക്കേ പറമ്പിന്റെ തെക്കേ പറമ്പിന്റെയും അറ്റത്ത് താമസിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ കണ്ടൊരു സുഖവിവരം അന്വേഷിക്കാൻ പോയതാ. ആ അതെന്തൊക്കെയാലും നന്നായി മക്കളെ. എടി അവരെ എന്നെ പറ്റി വല്ലതും പറഞ്ഞ? അവർക്കൊക്കെ അമ്മയെ പറ്റി എന്തൊരു നല്ല അഭിപ്രായമെന്നറിയോ? അതല്ലേ ഞാൻ അവരോട് അങ്ങനെയല്ലേ പെരുമാറുന്നത്. പിന്നെ നമ്മുടെ തെക്കേ പറമ്പിലെ വാസുപ്പിള്ള ചേട്ടനില്ലേ, ആ ചേട്ടനോട് കുറച്ച് സങ്കടം പറഞ്ഞു. ആ അവനെ ആ പിള്ളേർ അവിടെ നിന്ന് അടിച്ചിറക്കി കാണും. അതല്ല, പിന്നെ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാൻ വഴിയില്ലത്രേ. ആ ആ വഴിയില്ല, വഴി കൊടുക്കണം. ഓ പിന്നെ നമ്മുടെ സതീശനില്ലേ, സതീശൻ പറഞ്ഞു സതീശന്റെ വീട്ടിലേക്ക് വഴി ചെറുതാ, കുറച്ച് വീതി കൂട്ടിയാ അവന് സൗകര്യമായിരുന്നു പറഞ്ഞു. വീതി കൂട്ടണം. കൊടുക്കമ്മേ, നമ്മള് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്ത് കാര്യം? മേലോട്ട് പോകുമ്പോ ഇതൊക്കെ നമ്മള് കൊണ്ടുപോകണ്ടാ. അതിന് ഞാൻ വിമാനത്തിൽ ഇപ്പൊ ഒന്നും പോകണ്ടടി. വിമാനത്തിൽ പോണ കാര്യല്ല, പിന്നെ അമ്മ തട്ടിപ്പോയാ ഈ സ്വത്തുക്കളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരില്ലേ? ഞാൻ തട്ടിപ്പോകുന്ന വരെ നീ ആലോചിച്ചു അല്ലേ? അങ്ങനെയല്ല, ഇത് വെറുതെ തന്നെ അമ്മ ഇങ്ങനെ പറമ്പ് കിടക്കണത്. നല്ല വില കൊടുത്താലേ കൊടുക്കുള്ളൂ, വെറുതെ ഒന്നും കൊടുക്കൂല നമ്മള്. ഓ അപ്പൊ വിലയും കൂടെ തീരുമാനിച്ചോ? ഞാനൊക്കെ പറഞ്ഞു വെച്ചു. സരിതാരാ മോള്. പിന്നെ എനിക്കറിഞ്ഞൂടെ. മോളൊരു കാര്യം ചെയ്യും, മോളുടെ വെട്ടി എന്തിയടി? അതവിടേക്ക് ആ അതിങ്ങെടുത്തോണ്ടേ. എന്തിന് ഇങ്ങെടുത്തോണ്ട് വാടിയണേ. എടക്കിന് പോവാനാ? നീ ഇങ്ങ് കൊണ്ടുപോവാ, കാര്യമൊക്കെ പറയാമ്മ. പോട്ടെ. അലമാരി നിന്റെ ഡ്രസ്സൊക്കെ ഇങ്ങെടുത്ത് നിനക്ക് പാക്ക് ചെയ്യണം. ഡ്രസ്സ് ആ ചെല്ല് നോക്കിയേക്കാതെ. കൊണ്ടുപോവാ. എന്താ എടക്ക് പോവാനാ? അത് ഞാൻ പറയാം. ഇതെല്ലാം പാക്ക് ചെയ്തു. പാക്ക് ചെയ്യണം. നോക്കിയേക്കാ പാക്ക് ചെയ്തു വേണേ, എളുപ്പമാട്ടെ. തുറന്നായിരുന്നു. ആ തുറക്കും. അമ്മ വരുന്നില്ലേ? അത് ഞാൻ തീരുമാനിച്ചോളാം, നീ ഇപ്പൊ പാക്ക് ചെയ്ത് അടക്കേ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിരിയുന്നേതോ ഋതുഭാവങ്ങൾ നിറമേകും തുഞ്ചത്ത്. പിന്നെയുണ്ടല്ലോ ആ രമേശന്റെ സ്ഥലം കൊടുത്ത് കിട്ടുന്ന പൈസയില്ലേ, അതിനെ കൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യമെങ്കിലും ബിസിനസ് ചെയ്ത് നന്നാവണം കേട്ടോ. നീ നോക്കിക്കോടി, ഞാൻ പുതിയ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. നല്ല കിട്ടിലം പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. ആ നന്നായി കണ്ടാ മതി. അത് മാത്രമല്ല, ഇനി പുതിയൊരു ഐഡിയ കൂടെ ഉണ്ട്. എന്നാ? എടി നമ്മുടെ പറമ്പിന് ചുറ്റും ഈ രമേശനെ പോലെ വീട്ടിലോട്ട് വഴിയില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവർക്കൊക്കെ വഴിക്കാന്ന് പറഞ്ഞ് നമുക്ക് അമ്മയുടെ സ്ഥലം മേടിച്ചു കൊടുക്കാന്നേ. നല്ല പൈസ കിട്ടത്തില്ലേ? കാഞ്ഞ ബുദ്ധിയാ നിങ്ങക്ക്. അതാണ് നമ്മുടെ ഐഡിയ. ഇവിടെ വാടി ഇങ്ങോട്ട്. എഴുന്നള്ളത്തിന് ആനയെ പിടിച്ചോണ്ട് വരുന്ന പോലെ. എടാ ഇവളെ നമ്മളെ മുടിപ്പിക്കാനുള്ള സന്താനമാ. ഇങ്ങോട്ട് കയറി വന്നിരിക്കാ മുടിപ്പിക്കാൻ. അതമ്മക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? അമ്മേ എനിക്ക് പണ്ടേ മനസ്സിലായതാ. നീ മിണ്ടരുത്. ഇല്ല അമ്മ, കാര്യം എന്താ വെച്ചാ പറ. അതെ, നമ്മുടെ ആ പറമ്പിന്റെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവള് വഴി വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു കച്ചവടം ഉറപ്പിച്ചോണ്ട് വന്നിരിക്കുവാടാ. വെറുതെ ഒന്നല്ല, നല്ല കാശ് തരാന്ന് പറഞ്ഞവര്. അവിടെ പൊടി വിടുന്നു. ഭയങ്കരി. ഞാൻ അറിയിപ്പോലെ ചേട്ടാ പറഞ്ഞേട്ടാ. അമ്മ എന്താണ് അമ്മ ഇങ്ങനെ പറയണത്? എനിക്ക് ഞാനിനി പറയത്തൊന്നുമില്ല. അമ്മ പറഞ്ഞ കേട്ടോ, നീ ഇറങ്ങിപ്പോ. ഞാൻ ഇറങ്ങി പോവാനാ? അപ്പൊ നമ്മുടെ രമേശിന് പറമ്പ് കൊടുത്ത് കിട്ടണ പൈസ ഇല്ലേ, അതിന്റെ 50-50യോ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. 100-0 50-50 അല്ല. നീ പോയേ അല്ലേ അമ്മേ? ഞാൻ ഈ പറമ്പിൽ നിന്ന് ഒരു തരി ഭൂമി ആർക്കും വിട്ടുകൊടുക്കാൻ പോണില്ല. കിടക്കണം. അപ്പൊ അമ്മ ഇവന് വണ്ടി കാറ് മേടിച്ച വീട്ടിലോട്ട് കൊണ്ടില്ല, വഴി വേണ്ടേ? ഇവിടെ അവനോട് കാറ് മേടിക്കണ്ട, പ്ലെയിൻ മേടിക്കാൻ പറ, ഹെലികോപ്റ്ററോ എന്തെങ്കിലും മേടിച്ചോണ്ട് പറയാൻ പറ. അടിപൊളി ഐഡിയ. ഇറങ്ങിപ്പോക്കോണെ ഇവിടുന്ന്. നിങ്ങൾ മനസ്സ് കാണും അവള് മാനത്ത് കണ്ടു, അത്ര തന്നെ. എന്തോ ആടി ഇത്. സന്തോഷായി. എനിക്ക് മാത്രല്ലല്ലോ, ചേട്ടനും കിട്ടില്ല. മറ്റുള്ളവർക്കൊന്നും കിട്ടാതിരിക്കും എന്തൊരു സന്തോഷമാ. നടക്കടി ഇങ്ങോട്ടോ. ഞാനില്ല. നടക്കടി, ഇറങ്ങിപ്പോ. ഇല്ല. അമ്മ പറയുന്ന കേട്ട് ഇറങ്ങി. ചേട്ടാ, നമ്മുടെ പറമ്പിന്റെ ചുറ്റുള്ള കുറെ പേർക്ക് വഴി കിട്ടാണ്ട് ചേട്ടാ, നമുക്ക് ഒത്തൊരുമിച്ച് പൈസ അടിച്ചു മാറ്റാം ചേട്ടാ. നിന്റെ അത്യാർത്ഥിയാടി ഇതിനൊക്കെ കുഴപ്പം കേട്ടോ. നീ പോയേ, എന്തേ ഈ പരിപാടി കൂടെ നീ നിന്റെ വീട്ടിലോട്ട് വിട്ടോ.
അമ്മയെ ചാക്കിലാക്കേട്ട എങ്ങനെയും. അമ്മ ചാക്കിലും ആക്കില്ല പെട്ടിയിലും ആക്കുന്നില്ല. നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. പോ. എന്തായാലും പെരുവഴിയായി. ഇനി കുറച്ച് ദിവസം മോളെടുത്ത് പോയി നിൽക്കാം. 5-6 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരാം.